ഹായ് ഗൈസ്, ഇന്നൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. പുറത്തൊരു കാഴ്ചയാണ് ഇത്. കണ്ടോ, ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കൊപ്പമരമാണ് കേട്ടോ. അപ്പോൾ അതിൽ നിറയെ കൊപ്പക്കായ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കണ്ടോ, നിറയെ ഇങ്ങനെ വെള്ള കളറുള്ള പൊടി. അത് മില്ലി ബഗ് എന്നിട്ടൊരു അസുഖമാണ് അത്. അതുകൊണ്ട് തന്നെ അതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. നമുക്കൊക്കെ കൊപ്പക്കായ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമല്ലേ. എൻ്റെ അമ്മ നല്ലൊരു കറി പറഞ്ഞു തരും. അതായത് കൊപ്പക്കായ നല്ല മൂത്ത കൊപ്പക്കായ ചനയ്ക്കാൻ പാടില്ല കേട്ടോ. മധുരം വെക്കുന്നതിന് മുന്നേ കൊപ്പക്കായ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് മുറിച്ചിട്ട് പരിപ്പ് വേവിച്ച് കൊപ്പക്കായ വേവിച്ചിട്ട് അതിൽ പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പുളി, പിന്നെ പച്ചമുളക് കീറിയിടുക. മുളക് പൊടി ഒന്നല്ല കേട്ടോ, മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് കടുകും ഉലുവയും പിന്നെന്താ പറയുക, കടുക്, ഉലുവ, മുളക്, നല്ല ചുവന്ന മുളക്, വറ്റൽ മുളക്, അതൊക്കെ കൂടി വറുത്ത് കറിവേപ്പിൻ്റെ ഇല കൂടി വറുത്തിട്ടാണ് സൂപ്പർ കറിയാണ്. അപ്പോൾ എനിക്കിപ്പോൾ എന്താ വിഷമം എന്ന് പറയുക, ഞങ്ങളുടെ കറിവേപ്പ് നിൽക്കണുണ്ടോ ഇവിടെ. ഇത് കറിവേപ്പ് മരമാണ്, ഞങ്ങളുടെ നല്ലൊരു കറിവേപ്പ് മരമാണ്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ പുള്ളിക്കുത്ത് വന്നു തുടങ്ങിയപ്പോൾ ഇതിലേക്ക് പകരുമോ എന്നാണ് ഇപ്പോൾ എൻ്റെ ടെൻഷൻ. അപ്പോൾ കണ്ടു നിറയെ പുള്ളിക്കുത്ത്, നല്ല ഇങ്ങനെ നിറയെ പുള്ളിക്കുത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതതിൻ്റെ അല്ല, പക്ഷെ അത് ഇനിയിപ്പോൾ ഇതിലേക്ക് വരുമോ എന്നൊരു ഡൗട്ട് നിറയെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ കിളുന്തലകൾ പൊട്ടിച്ചിട്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ല വെള്ള കുത്തുണ്ട്. ഇങ്ങനെയുള്ളത് എടുക്കാൻ പാടുമോ എന്ന് അറിയില്ല, അത് കാരണം ഞാൻ എടുക്കാറില്ല. പിന്നെ ഇവിടെ നിറയെ കനകാമ്പരം ഉണ്ടായി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. കാണുമോയെന്ന് അറിയില്ല. പൈപ്പിൻ്റെ ഇടയിലൊരു സംഭവം കാണിച്ചു തരാമേ. നോക്കട്ടെ, കിട്ടുമോ നോക്കട്ടെ. ഇതാ കിട്ടുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. അതാ കണ്ടു, ഇത് പാമ്പ് കവർ ഊരിയിട്ടുള്ളതാണ്. ഇത് മൂർഖനാന്നാണ് പറയണേ കണ്ടിട്ട്. ഞങ്ങൾ പേടിച്ചിട്ട് ഇത് എടുക്കാതിരിക്കുക. കാരണം നല്ല മൂത്ത സാധനമാണ് ഈ കവർ ഊരാത്ര. അപ്പം അത് ഇങ്ങനെ വലിയതാണ് കേട്ടോ. കാരണം ചുറ്റിയൊക്കെ കിടക്കണേ പൈപ്പിൻ്റെ ഇടയിൽ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ പിന്നിൽ ഇതേപോലെ അഞ്ചെത്തി പുറത്തിറങ്ങിയപ്പോൾ ഒരു പാമ്പിനെ കണ്ടു. നോക്കുമ്പോൾ അത് മൂർഖൻ്റെ കുട്ടിയായിരുന്നു. അത് ഈ പത്തിയൊക്കെ വിരിച്ച് അത് അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഇത് നല്ല മൂത്ത സാധനമുണ്ട്. ഇപ്പോൾ പാമ്പിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ പിന്നിൽ റെയിലാണ്. അപ്പോൾ അവിടെ നിന്ന് കയറി വരേണ്ടതെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ ശരിക്കും ടെൻഷനാണ്. കാരണം പറയുമ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കണേ കണ്ടോ. ഒരു ചപ്പ് ചവറോ അല്ലെങ്കിൽ അങ്ങനെയുള്ളിടത്ത് വേസ്റ്റ് ഇടുന്നിടത്തേക്ക് പാമ്പ് വരികയെന്ന് പറഞ്ഞത്. ഈ പൈപ്പിൻ്റെ ഇടയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഈ സംഭവം. അപ്പോൾ ഈ റൂമാണ് ഞങ്ങളുടെ റൂം. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇത്രയും ഗ്യാപ്പിലാണ് ഈ സാധനം കാണുന്നത്. പക്ഷെ നമ്മൾ ജനലൊക്കെ അടച്ചിട്ടിട്ട് കിടക്കുക. പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ ശരിക്കും പേടി തോന്നണില്ലേ. കണ്ടോ, ഇത് ഇവിടെ നിന്ന് മാത്രമല്ല, ഇത് ഇവിടേക്കും കൂടി വന്നിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ നോക്കിയാൽ ഇതിൽ മൊബൈലിൽ കാണുമെന്ന് അറിയില്ല, ഇതിലെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇടയിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ വീഡിയോയിൽ അത് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആ പൈപ്പുമ്പോൾ ചുറ്റിയിട്ടാണ് ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ ഒരു ഭയം തോന്നുക. വെച്ചാൽ പാമ്പിൻ്റെ ഒരു കവർ കാണുമ്പോൾ നമുക്കൊരു ഭയം തോന്നുക. അതിങ്ങനെ ഇഴഞ്ഞ് വരുമോ എന്നിങ്ങോട്ട് തോന്നില്ലേ. അപ്പം അത്രയും വലിയൊരു സംഭവമാണ്. ശരിക്കും ഞങ്ങൾ പേടിച്ചിട്ടായിരിക്കണം. ഇപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ലൈറ്റ് ഇട്ട് ചവിട്ടുപടിയൊക്കെ നമ്മൾ നോക്കിയാൽ നടക്കണം. കാര്യം നമുക്ക് യോഗ ഉണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കുള്ളൂ. എന്നാലും പക്ഷേ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നല്ലേ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ബൈ. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, പാല് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പാല് വാങ്ങുമ്പോൾ വേറെ ആളുമില്ല. അപ്പോൾ ഞാൻ തന്നെ പോയി വാങ്ങണം. അപ്പോൾ ഓക്കെ.